അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫസീലയെ പോലീസ് കൊണ്ടുപോയ വിവരമൊന്നും ഷമ്മാസ് അറിയുന്നേയില്ല. എന്നാൽ അവളെ കൊണ്ടുപോയി കുറച്ച് സമയമായപ്പോൾ ഉമ്മാക്ക് തോന്നി, മോളെ നുസി, ആ ഞാൻ ഷമ്മാസിനെ ഈ കാര്യമൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ മോളെ ഇനിയിപ്പോൾ അറിയിക്കണോ? എന്താ വേണ്ടത്? ഉമ്മ, അവരിവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി, അപ്പോഴേക്കും പോലീസ് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അറിയിക്കല്ലേ നല്ലത്. നമ്മളായിട്ട് എന്തിനാ മറച്ചു വെക്കണത്? നമ്മൾ വീട്ടിലേക്ക് വന്നതല്ലേ. ഉമ്മ അതാ അപ്പോൾ തന്നെ ഷമ്മാസിനെ വിളിക്കുന്നു. ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഫോൺ ഈ സമയത്ത് വരുമ്പോൾ തന്നെ മനസ്സിനുള്ളൊരു ടെൻഷനൊക്കെയാണ്. പഠിച്ചോനെ, ഉമ്മ. ഷമ്മാസിൻ്റെ കൈകാലുകൾ തളർന്നു. കണ്ണിൽ ഇരുട്ടെടുക്കുന്നത് പോലെ. ഇല്ല, എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. നുസിൻ്റെ കാര്യം അത്രയ്ക്കും ഡോക്ടർ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഉറപ്പില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഏത് നിമിഷം എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. എൻ്റെ റബ്ബേ, പഠിച്ച റബ്ബേ, അല്ലാ. ഷമ്മാസാക്കെ വിയർത്ത് പോയിട്ടുണ്ട്. എന്താ റബ്ബേ ചെയ്യാ, എനിക്കറിയുന്നില്ല. അതാ അവൻ ഫോൺ എടുക്കുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ. ആ എന്തുമ്മ ഈ സമയത്ത് എന്താ? ഷമ്മാസിന് ടെൻഷനായിരുന്നു ആ ഒരു സമയത്ത് കോള് കണ്ടിട്ട്. അതേ, നുസൈബക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. തൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാവുകയാണ്. ഉമ്മ, എന്താ എന്താ പറ്റിയത്? മോനെ, ഒന്നുമില്ലടാ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അതെ, ഫസീല വന്നിരുന്നു ഇവിടെ. ഫസീലയോ? എന്താണ് അവർ വീണ്ടും വന്നത്? എന്ത് കാര്യം കൊണ്ട്? അതെ മോനെ, ഫസീല വന്നിരുന്നു. എന്നിട്ട് ഫസീല വന്നിട്ട് മക്കളെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങാണ്. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു. മോനെ, അപ്പോഴേക്കും ഒരു ജീപ്പ് പോലീസുകാർ വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. മോനെ, കംപ്ലൈൻറ്റ് എന്തെങ്കിലും കൊടുത്തിരുന്നോ? ഉമ്മ, ഏയ് ഇല്ലില്ല, ഞാനൊന്നും കൊടുത്തിട്ടില്ല. എനിക്കറിയുക പോലുമില്ല. ആ, അതിൽ നന്നായുമ്മ. അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും അവർ തെറ്റിക്കും. പടച്ച റബ്ബായിട്ട് അവസാനമുള്ള കുടുക്കി അല്ലേ. മോൻ കേസൊന്നും കൊടുത്തില്ലല്ലോ? ഏയ് ഇല്ലുമ്മ, ഞാൻ ഒന്നിനും നിന്നിട്ടില്ല. എന്തൊക്കെ തന്നെയാലും അല്പം സമാധാനമായി. ആരതിൻ്റെ പിന്നിലെ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പം എന്താ മോനെ? അതെന്നെടാ, മക്കളെ കൊണ്ടുപോകണം, എനിക്കെന്നെ മക്കളെ വേണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ വന്നിട്ട് പെട്ടെന്നാണ് പോലീസ് വന്നത്. ഏതായാലും പഠിച്ചോൻ കാത്തുട്ടോ മോനെ. ഉമ്മ ഇക്കേ വിവരം അറിയിക്കണോ? മോനെ വേണ്ട, ഓനവിടെ സമാധാനത്തോടെ ജീവിക്കട്ടെ. ഓനും സൗദയും. ഓൻ ഇതുവരെ ദുരിത ജീവിതമായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് നല്ല രീതിയിലായിക്കോട്ടെ. തൽക്കാലം ഓനെ അറിയിക്കണ്ട. അല്ലെങ്കിൽ ഓളായിട്ടുള്ള ബന്ധപ്പം എന്താ? ഓൻ്റെ മൊഴി ചൊല്ലലൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പോയത്. പിന്നെ ഇപ്പം എന്താ ഇനിയിപ്പോൾ ഓളോളം ഇഷ്ടം പോലെ ഇങ്ങനെ കാട്ടേണ്ടി വിചാരിച്ചാൽ ഞമ്മക്കിപ്പോൾ എന്തെങ്കിലും കാട്ടാൻ പറ്റുമോ? തൽക്കാലം മോനെ അറിയണ്ട. ഓള് കാട്ടിന് പഠിച്ചോ ദുനിയാവിൽ തന്നെ അവൾക്ക് കൊടുക്കും. നമ്മൾ ആരും തന്നെ ഓളെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. ഓളോളം ഇഷ്ടം പോലെ എന്തൊക്കെ കാണിച്ചു കൂട്ടി. അതിനുള്ളതായിട്ട് കൊടുക്കും. നമ്മൾ ആരും ഒന്നിനും നിൽക്കണ്ട. നവാസിനോട് ഈ കാര്യം പറയും വേണ്ട. പറഞ്ഞാൽ തന്നെ അവന് ടെൻഷനാവൂലേ. എന്നാൽ ഈ സമയം തലേ ദിവസം അതാ അവൾ അയച്ച ആ ഒരു മെസ്സേജ്, അത് നവാസിനോട് എങ്ങനെ പറയുമെന്നതിനെ കുറിച്ചായിരുന്നു അവൾ നിന്നിരുന്നത്. പക്ഷേ സൗദ വിചാരിക്കുന്നു, എന്തിനാപ്പം ഞാൻ മറച്ചു വെക്കണം റബ്ബേ? നവാസ്ക വിഷമിക്കും, ടെൻഷനാവെന്ന് വിചാരിച്ച് കണ്ട് ഞാനിത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. 1, 2 അല്ല, ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോഴൊക്കെ വേറെ വേറെ നമ്പറിൽ നിന്നാണ് ഇത് വരുന്നത്. സമാധാനത്തോടെ ജീവിക്കാൻ ഓൾ എന്നെ സമ്മതിക്കൂല. എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം തുറന്നു പറയണേ. പഠിച്ചവൻ്റെ അടുത്ത് പഠിച്ചു അങ്ങനെ എനിക്ക് വിധിച്ചത് അതുപോലൊക്കെ നടക്കുള്ളൂ. അല്ലാതെ സൗദ ആ രാത്രി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഹാപ്പിയായി നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് അവർ റൂമിലേക്ക് തിരിച്ചു പോയി. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൗദ പറയണം, ഇക്ക. സൗദ, എന്തടി, എന്തു പറ്റി? ഇക്ക. എന്താ വേണേ? അത് ഇക്ക, ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? എന്താ പെണ്ണ് പറയാനുള്ളത്? പറ. ഉറങ്ങാൻ കിടക്കുന്ന നവാസിൻ്റെ അരികിലേക്ക് സൗദ എത്തി പറയണ്, ഇക്ക നോക്കി ഈ ഒരു മെസ്സേജ്. മെസ്സേജോ? എന്ത് മെസ്സേജ്? നോക്കി ദാ.
അവൾ ആ വോയിസ് കേൾപ്പിച്ചു കൊടുക്കുന്നു. ആ ഒരു ഫസീലയുടെ ശബ്ദം കേട്ടതും നവാസിൻ്റെ കണ്ണുകൾ ചുവന്നു. ദേഷ്യം അവന് ഇരട്ടിച്ചു വന്നു. സൗദ, എന്താ നിനക്ക് ഈ നമ്പറൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പാടില്ലേ? ഒരാളങ്ങനെ പറയുന്നുണ്ട് വിചാരിച്ചാൽ നീ എന്തിനത് റീഡ് ചെയ്യാൻ നിൽക്കുന്നത്? സൗദ, നിൻ്റെ ഫോണ് തന്നേക്ക്. ഇനി നിനക്ക് ഫോണ് വേണ്ട. ഇങ്ങ് തന്നെ ആ ഫോണ്. നിനക്കൊരു ഫോൺ തന്നു നോക്കിയപ്പോൾ നിനക്ക് എപ്പോഴും ഈ പരാതിയും പരിഭവമുള്ളൂ. എന്താ ഇത്? നിനക്ക് നിൻ്റെ ഉമ്മാക്കും വേണ്ടതൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ദാ എൻ്റെ ഫോണുണ്ട്, നമ്പർ ഇതിലുണ്ടല്ലോ, നിനക്ക് ഫോൺ വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ നിന്നെ പലരും മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തും. നീ അതിൽ വീണ് പോയി വെറുതെ അല്ല നിനക്ക്. ഞാനും വിചാരിച്ചു ഹോട്ടലിൽ പോയിട്ടും അവിടെ റൈഡിങ്ങിലൊക്കെ പോയിട്ട് എന്തൊക്കെയായിട്ട് നിനക്ക് നിൻ്റെ മുഖം കണ്ടിട്ട് ശരിയാണില്ല. ഞാനും വിചാരിച്ചു ഇവൾക്ക് എന്തിൻ്റെ കേട്, ഭക്ഷണം വേണ്ട, വിശപ്പില്ല, അങ്ങനത്തെ രീതിയിൽ. എന്താ നിനക്ക്? അല്ലേ നിന്നോട് അപ്പോഴെന്നെ തുറന്നു പറയണ്ടേ? നീ അതൊക്കെ മറച്ചു വെക്കുന്ന എന്തിനെൻ്റെ സൗദ? പറയാനുള്ളത് അപ്പം പറഞ്ഞിരുന്നെങ്കിൽ. ഇക്ക, അത് അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങ് കൂടുതൽ ടെൻഷനാവൂലേ എന്ന് കരുതിയിട്ട്. ഞാൻ ടെൻഷന് കുറേ ആയതാ. ഇനി എനിക്ക് ആകാനൊന്നുമില്ല. അത്ര ടെൻഷൻ അടിച്ച ആളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. എനിക്ക് എൻ്റെ ക്ഷമയുടെ അങ്ങേയറ്റം വരെ പോയ ആളാണ് ഞാൻ. എങ്ങനെയെങ്കിലും അവൾ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുമെന്ന് കരുതിയിട്ട് അവൾക്ക് അനുസരിച്ച് നിന്നെടുത്തു. അപ്പോഴൊക്കെ ഉമ്മ പറയായിരുന്നു, നവാസേ ശ്രദ്ധിച്ചോ, വല്ലാതെ ഈ ഓളെ പിന്നാലെ ഓൾക്കനുസരിച്ച് നടക്കണ്ട. എങ്കിലും ഞാൻ കരുതി എൻ്റെ മക്കളും ഉമ്മയല്ലോള്, എൻ്റെ കുട്ടികൾ പ്രസവിച്ച ഓളല്ലേ, ഓളില്ലെങ്കിൽ എൻ്റെ ജീവിതമൊക്കെ ഒരു കഥയായിരിക്കും, എൻ്റെ മക്കളാരും നോക്കും എന്നുള്ള രീതിയിൽ അത്രക്കും ഞാൻ ക്ഷമിച്ച് കൊണ്ടിടുന്നതാണ്. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും എനിക്ക് അത്രയധികം. ഇനിയിപ്പോൾ ഈ ഒരു വോയിസും മെസ്സേജും കണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ വേണ്ടേ? എൻ്റെ സൗദ, ഫോണ് നിനക്ക് വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. തരുന്നതിന് കുഴപ്പമില്ല. എന്തെങ്കിലും മെസ്സേജോ കോൾ വരികയാണെങ്കിൽ നീ എന്നെ അറിയിക്കണം. തൽക്കാലം ഇപ്പോൾ ഈ ഫോണിൽ തന്നേക്ക്. ഇക്ക, എനിക്ക് ഫോണൊന്നും വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ടെൻഷനാണ്. അങ്ങ് മാത്രം മതി എനിക്ക്. എപ്പോഴെങ്കിലും കോൾ ചെയ്യാനല്ലേ, അത് മതി. ഫോണൊന്നും വേണ്ട എനിക്ക് ടെൻഷനാണ്. എൻ്റെ റബ്ബേ, എന്തിനാണ് റഹ്മാൻ ഇത്രയധികം ടെൻഷനാക്കുന്നത്? നീ വീണ്ടും ജീവിതത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജീവിക്കട്ടെ വിചാരിച്ച് ഒഴിഞ്ഞു മാറി ഇങ്ങോട്ട് വിദേശത്തേക്ക് പോന്നാലും ഇവിടെയും ഒരു സ്വസ്ഥത ഇല്ലാത്ത പോലെയാണല്ലോ റബ്ബേ എൻ്റെ ജീവിതം. നവാസ് ഓരോന്ന് ആലോചിച്ച് ടെൻഷനായി. ഉമ്മാക്കൊന്ന് വിളിച്ചാലോ? ഉമ്മയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണോ? അല്ലെങ്കിൽ വേണ്ട, എന്തിനപ്പം എൻ്റെ ഉമ്മാനെ നീ ടെൻഷനാക്കണേ? പിന്നെ സൗദ, പല രീതിയിലും വരും മെസ്സേജുകൾ, കോളുകൾ, അതൊന്നും അറ്റൻഡ് ചെയ്യരുത്. നിന്നോട് അന്ന് തന്നെ പറഞ്ഞതല്ലേ, അങ്ങനെ അറിയാത്ത നമ്പറിൽ നിന്ന് കോളും ഇതൊക്കെ വരികയാണെങ്കിൽ നീ എടുക്കരുതെന്ന്. പിന്നെ എന്തിനാണ് നീ അത് അറ്റൻഡ് ചെയ്തത്? നിന്നോട് പലവട്ടം പറഞ്ഞു. ഇതിൻ്റെ പേരിലാണ് ഞാൻ നിന്നോടത് പിണങ്ങിയത്. ഇവിടുന്ന് പിന്നെ പിണങ്ങാനൊന്നും പറ്റില്ലല്ലോ, ഇവിടെ നിങ്ങൾ തനിച്ചല്ലേ. എന്തിനാണ് ആവശ്യമില്ലാത്ത നിൽക്കുന്നത്? അങ്ങനെ ഒരു നമ്പർ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു വോയിസ് വരികയാണെങ്കിൽ ആ ഭാഗമാണ് ക്ലിയർ ആക്കുക. ഇക്ക, അതല്ല, അതിനുശേഷം ഒരു ടെക്സ്റ്റ് മെസ്സേജ്, അത് നമ്മളിപ്പോൾ എത്ര ഒഴിവാക്കാൻ വിചാരിച്ചാലും നമ്മളത് അറിയാതെ വായിച്ചു പോവുമല്ലോ, അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ അത് മനസ്സിലായി. എൻ്റെ കയ്യിൽ നിന്നോട്ടെ ഇനി നമ്പർ, ഈ ഫോണും. എന്താ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ബ്ലോക്ക് ആക്കാൻ, പല നമ്പറിൽ നിന്നും മാറി. ആയിക്കോട്ടെ. എൻ്റെ റബ്ബേ പഠിച്ചവനെ, എൻ്റെ ദുനിയാവിലൊരു തലവേദനയാണല്ലോ അവള്. എൻ്റെ റബ്ബേ. ഉപ്പച്ചി, എന്താ ഉമ്മച്ചി ഞങ്ങൾ ചീത്ത പറയുന്നത്? എന്താ ഉമ്മച്ചി? ആരാ ഉമ്മച്ചിയെ ശല്യപ്പെടുത്തുന്നത്? ഒരു നിമിഷം ആ പൊന്നുമോളുടെ വാക്ക് കേട്ട് നവാസും സൗദിയും അവളുടെ മുഖത്തേക്ക് നോക്കി. അവർ പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു, പാവം. സൗദ പറഞ്ഞു, പാവം മക്കൾ, അവരിപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എനിക്ക് റബ്ബേ ഇവിടെ ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടെന്ന് വിചാരിച്ച് നിൽക്കണം. പിന്നെ നാളെ എനിക്ക് എൻ്റെ ഷോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ അല്പം ലേറ്റ് ആവട്ടോ. നീ മക്കളും ഇവിടെ നിന്നോണ്ട് റൂമിൽ. പേടിയൊന്നും ആവില്ലല്ലോ? പേടിയൊന്നുമില്ലേക്കാ. നവാസിന് എന്താണെന്ന് അറിയില്ല. ഫസീല തന്നെ വിടാതെ പിടിക്കുന്നുണ്ട്. തൻ്റെ ഭാര്യയെ തന്നിൽ നിന്നും അകറ്റുവാൻ ഉള്ള എല്ലാ പ്രയോഗങ്ങളും അവൾ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. ഏതൊരു ഉമ്മാക്കൊന്ന് വിളിക്കട്ടെ. അവൻ ഫോണെടുത്ത് ഉമ്മയെ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ഗൾഫിൽ നിന്നുണ്ട് മോനാണല്ലോ. ഹലോ മോനെ, അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം ഉമ്മ, എന്തൊക്കെയുണ്ട്? മോനെ റാഹത്ത് തന്നെയാണ്. അവളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ കാര്യം മക്കളെ അവൾ ചോദിച്ച് ഇവിടെ വന്ന കാര്യമൊന്നും ഉമ്മ പറയരുത് എന്ന് കരുതി. കാരണം എന്തിനാണ് ഓലോടെ സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതി. മോനെ സുഖല്ലേ? ആ ഉമ്മ റാഹത്താണ്, അൽഹംദുലില്ലാ. ഉമ്മയോട് ആ കാര്യം പറയണോ എന്നുള്ള കാര്യത്തിൽ നവാസിനും ആശങ്ക. ഉമ്മയോട് എന്തിനാ മറച്ചു വെക്കുന്നത്? ഞാൻ പറയാണ് ഉമ്മ. പിന്നെ ഫസീൽ തലങ്ങും വിലങ്ങും മെസ്സേജ് അയക്കണമ്മ ഇവളെ ഫോണിലേക്ക്. എൻ്റെ ഭർത്താവിനെ നീ പിടിച്ചു വെച്ചില്ലേ, നിന്നെ പാട്ടിലാക്കി, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പോണ പല രീതിയിലും. ഉമ്മ, ഈ പാവം പെണ്ണിനോട് എന്തിനാണ് അതൊക്കെ പറയേണ്ട ആവശ്യം? അവൾ എന്തെങ്കിലും അറിയോ? മോനെ, ആ ജമീലാൻ്റെ മരുമകളെ പണിയാണതൊക്കെ. നമ്പറൊക്കെ ഓൾഡ് കിട്ടിയതൊക്കെ എന്താന്നില്ല മോനെ. ആ സിമ്മാണ്ട് കട്ടായി കളയേ, ഇനി വേണ്ട. ആ ഉമ്മ അതന്നെയാണ്, ഇനി വേണ്ട. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കട്ടെ. നമ്പർ എന്താ വിളവത്തിയാള്. ഓൽക്ക് പഠിച്ചവനെ ഇങ്ങനെയുണ്ടാവില്ല ഓരോ പെണ്ണുങ്ങൾ ദുനിയാവിൽ. ഇതിനായിട്ട് ഫിത്തിനക്കായിട്ട് നടക്കണേ. പഠിച്ച റബ്ബ് കാക്കട്ടെ. ഒരാൾ നന്നാവണം പറ്റൂല, ഒരാൾക്ക് ഉണ്ടാവണം പറ്റൂല. അസൂയ, ഈ അസൂയ മൊത്തം ഈ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടണമെന്ന് പറയണതിന് ഒരു ഇതുമില്ല. ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊരു നല്ല ജീവിതം നയിക്കുമ്പോൾ അപ്പോഴത്തേനും ഓൾക്ക് എന്താ ഓൾക്ക് അങ്ങനെ ഉണ്ടാവാന്, ഓൾക്ക് എന്താ അങ്ങനെ ജീവിക്കാൻ എന്നുള്ള രീതിയിൽ മനസ്സിൻ്റെ ആ ഒരു അസുഖം. എൻ്റെ പഠിച്ചോനെ, നീ സൃഷ്ടിച്ചവരുടെ ശരീരം തൊട്ട് നീ കാക്കല്ല. എൻ്റെ പൊന്നാരെൻ്റെ നവാസേ, എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഇനി ഓളെ അസൂയൊന്നും വല്ലാതെ അങ്ങോട്ട് ഇതാവില്ല. അതെന്തേ? അല്ലേ ഓളെ പോലീസ് ഉണ്ടായടാ. ഉമ്മ, നിങ്ങൾ പറയുന്നത് സത്യമാണോ? ആ, ഇവിടെ വന്ന് മക്കളെ കൊണ്ടുപോകണ എനിക്ക് തന്നെ തിരക്കൂടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഭാഗ്യത്തിന് പോലീസുമാർ, വനിതാ പോലീസ് 1-2 പിടിച്ച് കയറ്റി ഇന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നിൽക്കായിരുന്നു. കയറ്റി കൊണ്ടേക്കണ്. എന്താ ആർക്കറിയാം? എന്താ ഉമ്മ, ആരെയും കേസ് കൊടുത്തോ? അറിയില്ല മോനെ, പല ആൾക്കാരായിട്ടുള്ള ബന്ധമാണ് ഓൾക്ക്. ഏതൊക്കെ എല്ലാവർക്കും ഈ കളി പറ്റൂലേ. എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. ഉമ്മ, ഇനി നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. അതെന്താ വെച്ചായിക്കോട്ടെ, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. മോനെ, എനിക്ക് ചെറിയൊരു പേടിണ്ടടാ. എന്ത്? അല്ലേ മക്കളെ പേരും പറഞ്ഞിട്ടോളേ. ഉമ്മ, അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലേ ഇപ്പൊ ജീവിക്കാൻ പറ്റും. അതെ മോനെ, നിങ്ങളവിടെ നിൽക്കി, നിങ്ങളവിടെ സെറ്റിൽഡ് ആയിക്കോളി, ഒരു കുഴപ്പമില്ല. അങ്ങോട്ടൊന്നും ഓള് കയറി വരൂലല്ലോ. ഉമ്മ പറയാൻ പറ്റില്ല, ഓള് എത്താത്ത സ്ഥലമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഉമ്മ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ അടുത്ത് അങ്ങനെ വന്നാൽ ഞാൻ അവളെ ഒഴിവാക്കിയതാണ്. എനിക്ക് അവളുടെ ഒരു ബന്ധേ ഇല്ല. ഞാൻ അവളെ മൊഴി ചൊല്ലിയതാണ്. എനിക്കിനി ഒന്നുമില്ല അതിനെക്കുറിച്ച്. അവൾ ഡൈവേഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, നോ പ്രോബ്ലം. എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചൊല്ലിക്കഴിഞ്ഞു. ഞാൻ 3 മൊഴിയും ചൊല്ലിക്കഴിഞ്ഞു. ഇനി എനിക്ക് അവളെ വേണ്ട. മോനെ, നീ 3 മൊഴി ചൊല്ലിക്കുന്നു ശരിയാണ്. നമ്മൾ ഇസ്ലാമികപരമായി വേർപെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾ നിയമപരമായി നേരിടുമോ എന്നുള്ളതാണ് ചെറിയൊരു വിഷയം. ഉമ്മ, അത് ഞാൻ പറഞ്ഞല്ലോ, വരുന്നിടത്ത് വെച്ച് കാണാം, നോ പ്രോബ്ലം. എനിക്ക് വിഷയമല്ല അവളെ കാര്യത്തിൽ. അവൾ എന്തൊക്കെയാണ് അനാവശ്യകരമായ മെസ്സേജുകൾ, കാര്യങ്ങൾ, വോയിസ്, അത്രക്കും ഒരു പെണ്ണിന് എത്രമാത്രം ചവിട്ടി അരക്കാൻ കഴിയും ആ രീതിയിലുള്ള മെസ്സേജാണ് അമ്മ വന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് അവൾക്ക് മിണ്ടാട്ടമില്ല, ഒന്നുമില്ല. ഇന്ന് പുറത്ത് പോയപ്പോഴും ഫുഡ് വാങ്ങി കൊടുത്തപ്പോഴും നോ പ്രോബ്ലം. അവൾക്കൊന്നൊരു ഉഷാറില്ല. അപ്പം എന്താ ഇത് വന്ന് കിടക്കുകയാണ് എന്നാൽ ജസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞെങ്കിലല്ലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പറയുന്നില്ല. അപ്പം എന്താ, നവാസ്ക്ക് ഒരുപാട് ടെൻഷനായി, ഇനിയും ടെൻഷനാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തൊക്കെ തന്നെയായാലും വല്ലാത്തൊരു. മോനെ, ഫോണൊന്നും നീ കൊടുക്കണ്ട അവളെ കയ്യിൽ. ഒരു ഫോണ് മതി രണ്ടാക്കും. ഉമ്മ, ഫോൺ ഉണ്ടായിട്ടില്ല. ഞാനൊന്ന് പുറത്ത് പോവുകയാണ്, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ മക്കളെ കാര്യം, ഓളെ കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഫോണില്ലാത്തത് ഉമ്മ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല. പക്ഷെ അവിടെയും ഇവിടെയുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിസ്സാകുക, എവിടെയെങ്കിലും കാണാതെ അവർക്ക് വരുമ്പോഴും അപ്പോഴൊക്കെയാണ് ഈ ഫോണിൻ്റെ കാര്യം. മോനെ, അതും ശരിയാണടാ. ഫോണില്ലാത്തൊരു ജീവിതം ആലോചിക്കാനും ഇപ്പോൾ വയ്യല്ലേ. എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങുകയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റുകയാണെങ്കിലും ഒന്ന് വിളിക്കുക, എന്തെങ്കിലും എല്ലാ ആവശ്യത്തിനും ഫോണാണല്ലോ. അതില്ലാതെ ഇപ്പോൾ എങ്ങനെ? ഓളെ പേടിച്ചിപ്പോൾ എന്നാ മോനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞടാ. ഓൾക്ക് ഈ ചെറിയൊരു ഫോൺ വാങ്ങിക്കൊടുക്ക്. ഈ ടച്ച് ഫോണും വാട്സപ്പും ഇതൊന്നുള്ളൊരു ഫോണും വേണ്ട. സാധാരണ ഒരു ഫോൺ, വിളിക്കാൻ അത് മതിയല്ലോ. ഉമ്മ, ആയിക്കോട്ടെ, നോക്കട്ടെ.
അങ്ങനെ അത് ഉമ്മയുടെ നിർദ്ദേശപ്രകാരം നവാസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. സൗദ മോളെ നിനക്ക് ആ ചെറിയൊരു ഫോൺ തൽക്കാലം കേട്ടോ ഒക്കെ വിളിക്കുമ്പോഴൊക്കെ ആയിക്കോട്ടേക്ക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇല്ലാത്തത് എന്താണോ, ഞാൻ ഒന്ന് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ലേറ്റ് ആകുമ്പോൾ ഒക്കെ വിളിച്ച് പറയാൻ നിങ്ങൾ ടെൻഷൻ ആവില്ലേ, അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ, എന്താ സ്ഥിതി നിങ്ങൾക്ക് അറിയാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കാനേ ഇല്ല ഞാൻ പറ്റില്ല, ഫോണില്ല ഞാൻ പറ്റൂല. ഫോണും ലൊക്കേഷനും എല്ലാം വേണ്ടി തന്നെയാണ്. പക്ഷേ തൽക്കാലം എൻ്റെ മോള് ചെറിയൊരു ഫോൺ യൂസ് ചെയ്യട്ടോ. ആ പിന്നെ ഒരു കാര്യം പറയാണ്ട്. എന്തേക്കാ? അത് വേണ്ട, എന്തിനാ ഇപ്പോൾ വെറുതെ അവളെ പോലീസ് കൊണ്ടുപോയിട്ട് നമുക്കിപ്പോൾ എന്താ? ഒന്നുമില്ലടി. പിന്നെ നീ വിഷമിക്കരുത് കേട്ടോ, അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് നീ ടെൻഷൻ ആവരുത്. എന്ത് എന്നോട് പറയാലോ, നീ എന്നോട് മറച്ചു വെച്ചാലേ എനിക്ക് ദേഷ്യം പിടിക്കുന്നു. നിനക്ക് അറിയാലോ, അന്ന് 1-2-3 ദിവസം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു. എന്താ നീ എന്നോട് മറച്ചു വെക്കാൻ പാടില്ല, ഒക്കെ ഓപ്പണായി പറയണം. ഇതും നീ മറച്ചു വെച്ചു, എന്താ ഇപ്പോൾ രാത്രി തന്നെ പറയാൻ കാരണം? ഏതായാലും ആട്ടെ. പിന്നെ എനിക്ക് നാളെ ഒന്ന് പോകണം കേട്ടോ. പോയിട്ട് ഇൻഷാല്ലാ ഞാൻ കുറച്ച് ലേറ്റാവും. നമ്മളെ ഷോപ്പിൻ്റെ കാര്യം ഒന്ന് അത്യാവശ്യം ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന തിരക്കിൽ കുറച്ചുകൂടെ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ എന്നോട് എന്തായാലും ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിവിടെ ജീവിക്കൂലേ, ഇവിടെ നിൽക്കൂലേ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലക്ക. എന്നാൽ ഈ സമയം അതാ ലോക്കപ്പിൽ ഫസീലയ്ക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ കിട്ടിയെന്ന് തന്നെ പറയാം. അനാശ്വാസ പ്രവർത്തനം നടത്തി ജീവിക്കുന്നു പൈസ ഉണ്ടാക്കാൻ, അല്ലേടി? അതെൻ്റെ കെട്ടിയോനാണ്. നിങ്ങൾ കൂടുതലായിട്ട് എന്തിനാ എന്നെങ്ങനെ? കെട്ടിയോന് കാണുന്നവരെ കെട്ടിയോനോ? ദേ അനാവശ്യം എന്നോട് പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താടി, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കുന്നത് അനാശ്വാസ പ്രവർത്തനല്ലേ? നീ ചെയ്തത് തെറ്റല്ലേ? തെറ്റ്. അതെ, ഷാജിയെ വിളിക്കണം. ഷാജിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാതെ ഷാജി എന്നയാളുടെ ഭാര്യ നിങ്ങൾക്കെതിരെ പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞങ്ങൾ പൊക്കിയത്. ഓക്കെ, കാരണം നിങ്ങൾ ഒരു ദിവസം പോലും അവരുടെ ഭർത്താവിനെ വിടുന്നില്ല, രാത്രി മുഴുവൻ നിങ്ങളുടെ കൂടെയാണ് എന്നാണ് കിട്ടിയ പരാതി. ഷാജിയുടെ ആ ഭാര്യ, അവളെ ഇല്ലാതാക്കാണ് വേണ്ടത്. എനിക്കെതിരെ പരാതിയുമായിട്ട് ഒരു കുട്ടി ഇതുവരെ വന്നിട്ടില്ല. അത്രക്കും വലിയ ഹുസൈനാജിയെ വരെ ആസിഡ് ഒഴിച്ച് ഞാൻ മൂലക്കിലാക്കിയതാണ്. എന്നിട്ട് വരെ അതുമേലൊരു പരാതിയില്ല. ഇപ്പോൾ ഇവളെ എനിക്കെതിരെ എഴുന്നള്ളുകയാണ്. ലോക്കപ്പിൽ കിടന്നുകൊണ്ട് അവൾ ഓരോന്ന് ആലോചിക്കുകയാണ്. എന്താടി അടുത്ത പ്ലാനിങ് എന്താണെന്നായിരിക്കൂലേ? നീ ചെയ്യുന്ന ഈ ഒരു നീച പ്രവൃത്തി വളരെയധികം സ്ത്രീ സമൂഹത്തിന് വരെ മോശമാണ് എന്ന് തന്നെ പറയാം. അവരുടെ പരാതി പിൻവലിക്കുന്നവരെ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷയുണ്ടായിരിക്കും. നടക്കാം അങ്ങോട്ട്. ഫസീലക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നു. ഒരു പെണ്ണാണ് എന്നെ കൊടുക്കിയത് പോലെ. എത്രയോ ആണുങ്ങളുണ്ട്, അവർക്കെതിരേക്ക് ഞാൻ ഓരോന്ന് പ്രയോഗിച്ചിട്ടും ഒരു പെണ്ണ്, വെറും പെണ്ണ്. ദേഷ്യം ഇരച്ചു കയറുകയാണ് ഫസീലക്ക്. എത്രയൊക്കെ അടി കിട്ടിയിട്ടും അവളുടെ മനസ്സിന് ഒരു ചാഞ്ചാട്ടവുമില്ല. എത്ര അടി കിട്ടിയിട്ടും കുലുങ്ങാത്തൊരു സാധനം. പോലീസ് പറഞ്ഞു, അവളുടെ മനസ്സെങ്ങനെയായിരിക്കും? അത്രക്കും തെറ്റുകൾ ചെയ്യല്ലേ? അവൾക്ക് എന്ത് വേദന? വേറെ എന്തൊക്കെ അനാശ്വാസ പ്രവർത്തനങ്ങളാണ് നിനക്കുണ്ടത്? എല്ലാം തുറന്നു പറയണം. പിന്നെ ഒരു ശിക്ഷയുണ്ട്, അതാ നഖത്തിനുള്ളിലൂടെ കമ്പി കയറ്റുന്ന. അതങ്ങോട്ട് ചെയ്യുമ്പോഴേ നീ മണിയെ പറയും നീ ചെയ്ത കാര്യങ്ങളൊക്കെ. ഫസീലക്ക് ശിക്ഷ തുടരുന്നു. നവാസിനോടും ഷമ്മാസിന്റെ വീട്ടുകാരോടും എല്ലാവരോടും അവൾക്ക് ദേഷ്യമാണ്. ഷാജിയുടെ ഭാര്യയോടും. എന്താന്നില്ലേ, എന്നെ എല്ലാവരും കൂടി ഇവിടെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കാണ്. അവരൊക്കെ അത് കണ്ട് ചിരിക്കുകയാണ്. ഒരാൾ പോലും എനിക്ക് ആശ്രയം തന്നില്ല. എൻ്റെ കൂട്ടുകാരിയായവൾ. എനിക്ക് പേടിയാണ് പോലീസിനെ. നീ പോയിക്കോ എന്ന് പറഞ്ഞ അവിടുന്ന് എല്ലായിടത്തുനിന്നും എന്നെ ആട്ടിപ്പയപ്പിക്കുകയായിരുന്നു. ഒരുപാട് ക്യാഷ് ഞാൻ എല്ലാവർക്കും ഇറക്കി കൊടുത്തിക്കണേ, പല ആളുകൾക്കായിട്ട്. പക്ഷേ എല്ലാവരും ഇപ്പോൾ കൈവിട്ടു എന്നെ. അവർക്കൊക്കെ ഇനി ഞാൻ കൊടുക്കാം. ഞാനൊന്ന് ഇറങ്ങട്ടെ. ഫസീലക്ക് അഹങ്കാരം ദേഷ്യവും ഒരുമിച്ചാണിപ്പോൾ. എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തി തനിക്കെതിരെ ഒറ്റുകൊടുത്തു എന്നുള്ള രീതിയിലാണ് അവളുടെ സങ്കടം. എന്നാൽ ഈ സമയം സാജിക്ക് തൻ്റെ ഭർത്താവ് പിന്നീട് വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു സങ്കടം അവൾക്ക് നന്നായുണ്ട്. ഉമ്മ പറഞ്ഞു, എങ്ങനെയുണ്ട്? 4-5 ദിവസമായല്ലേ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്ക്. എന്നോട് ഞാൻ പറഞ്ഞു, കരഞ്ഞാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ആ ചെക്കന് കരഞ്ഞിറങ്ങിപ്പോയപ്പോഴും, സജിയെ ഈ പോരുന്നില്ലേ,
നീയും മക്കളിൽ അതെനിക്ക് കഴിയില്ലടി എന്ന് പറഞ്ഞു പോയിട്ട് പോലും നീ നിന്റെ ആ പെമ്പറന്നോളെ വാക്ക് കേട്ടിട്ടില്ല. ഇപ്പം എന്തായി, പോലീസ് വരെ പിടിച്ചോണ്ടോയി. അത്രക്കും മോശം പ്രവൃത്തി ചെയ്യുന്നവളാണ്. ഫസീലയുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് നിന്നെയാണ് ആദ്യം തല്ലേണ്ടത്. എന്തായിപ്പോ? അവിടെ നിൽക്ക്. മോൻ വിളിച്ചില്ലല്ലോ, നീയും വിളിച്ചില്ല അല്ലേ? നീ വിളിച്ചു നോക്ക്. ഞാൻ അത് ഉമ്മ വിളിച്ചാൽ ഇനി ഓനെ വിളിക്കൂല. കാരണം ഓനക്കറിയാം ഇനി ഈ ഓൻ്റെ കൂടെ ചെല്ലൂലാന്ന്. ഈ അനുഭവിച്ചോ. അല്ല എന്താ, ഓന് വേറെ പെണ്ണും കെട്ടിട്ട് സുഖമായി ജീവിക്കട്ടെ. ഈ ഇവിടെ നിൽക്ക് കുറച്ചു കാലം. നല്ല രീതിയിൽ സുഖമായി ജീവിച്ചില്ലേ? ഭർത്താവിൻ്റെ അടുത്ത് ഒരു പെണ്ണിൻ്റെ ഒരു നുണവാക്ക് കേട്ട് നീ അത്രക്കും മോശമായി ഓനോട് പെരുമാറിയെങ്കിൽ നിന്റെ ഭാഗത്താണ് തെറ്റ്. യഥാർത്ഥമാണോ സത്യമാണോ ഒന്ന് അന്വേഷിക്കാതെ ഒന്ന് കേൾക്കുമ്പോത്തിന് നീ ചാടി പുറപ്പെട്ടു അല്ലേ? അവനെ വരെ ഇവിടുന്ന് ഇറക്കി വിട്ടു. അത്രക്കും നീച പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു. ഓനൊരാണല്ലേ, ഓനുമില്ലേ ഉമ്മയും പാപ്പയൊക്കെ ഉണ്ടാവൂലേ, മക്കളില്ലേ? നമ്മൾ പെണ്ണുങ്ങൾ കുറച്ച് ക്ഷമിക്കണേ. ക്ഷമ എല്ലായിടത്തും വേണം. കുറച്ച് ക്ഷമിച്ച് അവിടെ വിജയിക്കും. ക്ഷമിച്ചവരിൽ പെട്ടാണ് എൻ്റെ നുസൈബ. എനിക്കറിയില്ല ആ കഥ, അറിയണല്ലേ? ഒരുപാട് വേദന വിഷമം സഹിച്ച് നിന്ന് ലാസ്റ്റ് ഞാനാ പറഞ്ഞയച്ചത്, മോളെ പോയിക്കോ, എടുക്കാനെടുത്ത് മോളെ ഞാൻ കൊണ്ടാക്കി തരന്നെ, ഇടങ്ങാറായി ഇവിടെ നിൽക്കരുത്, മറ്റൊരാളുടെ മുമ്പിൽ ഇങ്ങനെ പേടിച്ചൊരു വേലക്കാരിയായി നിൽക്കരുത് മോളെ, പോയിക്കോ. അന്നും പേടിയായിരുന്നു കുട്ടിക്ക്. എന്താ അവിടെ പട്ടിണിയും കാര്യങ്ങളല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞയച്ച്. എങ്കിലും ഓൾ എനിക്കനുസരിച്ച് നിന്ന് പറഞ്ഞയച്ചോണ്ട് അൽഹംദുലില്ലാ അത് നല്ലൊരു ജീവിതം ഓൾക്കുണ്ട്. മനസ്സിലാക്കണം കുറച്ച് പെണ്ണുങ്ങളെ ക്ഷമ വേണം. ക്ഷമയില്ലാതെ എന്തെങ്കിലുമൊക്കെ കണ്ട് വെട്ടി തുറന്ന് പറയാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാ, കാട്ടിക്കൂട്ടി ചെയ്താലിതാ അവിടെ കഴിഞ്ഞു. ഇപ്പം എന്തായി, എൻ്റെ അലിമോനെ വിളിക്കണില്ലപ്പോൾ. എത്ര വേദനിച്ച് ഇറങ്ങിപ്പോയത് ഓന്. ഇനി നമ്മളങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞാൽ മോശമില്ലടി അത്. സാജി കരയുകയാണ്. തൻ്റെ കൈകളിൽ നിന്ന് പറ്റിയ ആ ഒരു അബദ്ധം ഓർത്ത് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തപ്പോൾ ഞാൻ ചെയ്യാം? അവൾക്ക് തൻ്റെ അലിമോനെ നഷ്ടപ്പെടുന്നുള്ള ആ ഒരു സങ്കടം മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. മക്കളെ കാണാൻ കൊതിയുണ്ട്, അലിമോനെ കാണാൻ കൊതിയുണ്ട്. എന്തപ്പോൾ ചെയ്യാം? തൻ്റെ പ്രിയപ്പെട്ട അലിയെ നോക്കിക്കൊണ്ട് അവളതാ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നു. ഉമ്മ അത് കണ്ടു വന്നു. എന്താ ഇവിടെ ഇരിക്കണത്? അലിമോനെ നോക്കിയിരിക്കായിരിക്കും അല്ലേ? ഉമ്മ മോളെ, ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കണം. ഇതിപ്പോൾ എന്താണ് സംഭവം, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ. എന്തെങ്കിലുമൊക്കെ നമ്മളെ ഭാഗത്ത് ചെറുതായിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. പെണ്ണുങ്ങളാണ്, കുറച്ചൊക്കെ ക്ഷമ വേണം. ക്ഷമയുള്ളവരുടെ കൂടെ അള്ളാഹു ഉണ്ടെന്ന്. നീ ക്ഷമയില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടി. പാവം അലി എവിടെയാണാവോ? പിന്നെ വിളിച്ചിട്ടും ഇല്ല, പറഞ്ഞിട്ടും ഇല്ല. ഒക്കെപ്പാടൊരു ഇടങ്ങാറ്. സാജി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ട അലിമോനെയും കാത്ത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.